ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഇന്നലെ നമ്മുടെ മസ്താനിയും ലക്ഷ്മിയും ചേർന്ന് വലിയൊരു ബോംബ് അല്ലെങ്കിൽ വലിയൊരു അലിഗേഷൻ നമ്മുടെ ഒണിയലിനെതിരെ പറഞ്ഞിരിക്കുകയാണ്. തന്റെ വയറ്റില്, അതായത് തന്റെ ഹിപ്പ് ഭാഗത്തായിട്ട് കയറി പിടിച്ചു എന്നുള്ളതാണ് മസ്താനിയുടെ പരാതി. അത് ഏറ്റെടുത്ത് നമ്മുടെ ലക്ഷ്മി വന്നേക്കുവാണ്. എന്താണെന്നും അതിന്റെ അഭിപ്രായം എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും, കമന്റ് ചെയ്യും വേണം. ആദ്യം തന്നെ നിങ്ങൾ ആരും ഞെട്ടണ്ട, ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷന്റെ ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞുകൊണ്ടാണ് ഈ ലുക്കിൽ വന്നിരിക്കുന്നത്. ആരും പേടിക്കരുത്, ഓക്കെ? അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലൊരു അവരുടെ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ മറ്റേ ടൈൽസിന്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്ക് കഴിഞ്ഞ് അതിന്റെ വിന്നറൊക്കെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉണിയിൽ ഒന്ന് വീഴാൻ വരാനുണ്ടായി. അത് നമ്മുടെ ഷോയിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല, പക്ഷേ ഇന്നലത്തെ ലൈവിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. വീഴാൻ വരുന്ന, കാല് തട്ടിയിട്ടൊന്ന് വീഴാനായിട്ട് വരുന്നു. അപ്പോൾ പെട്ടെന്ന് അടുത്തുള്ള ആൾക്കാരെ കയറി പിടിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കയറി പിടിച്ച കൂട്ടത്തിൽ നമ്മുടെ മസ്താനിയുടെ ഈ ഹിപ്പ് ഭാഗത്തായിട്ടാണ് ആ പിടി വീണത്. ഇതാണ് സംഭവം. ഞാൻ വീണ്ടും പറയുന്നു, അതൊരു ഇന്റൻഷണൽ ടച്ചേ അല്ലായിരുന്നു, മനഃപൂർവ്വം ചെയ്യുന്ന ഒരു ഇന്റൻഷണൽ ടച്ചേ അല്ലായിരുന്നു. നമ്മളെല്ലാവരും വീഴാൻ പോകുമ്പോൾ ചിലപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു വസ്തുവിലോ അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ആരെങ്കിലും ആയിരിക്കും നമ്മൾ ചേട്ടൻ കയറി പിടിക്കുന്നത്. ഇതാണ് എക്സാക്ട്ലി നടന്നത്. ഇത്രയും ഒരു ഒരു കൈൻഡ് ഇല്ലാത്ത, ഒരു മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് ബിഗ് ബോസിൽ പിടിച്ചു കൊണ്ടിട്ടേക്കെന്നുള്ളത് ആലോചിക്കുമ്പോഴത്തേക്ക് അത്ഭുതം തോന്നുന്നു. അത് ഉടനെ പോയി മസ്താനി പോയി ലക്ഷ്മിയുടെ പറയുന്നത്, എന്നെ കയറി പിടിച്ചു, എനിക്ക് ചോദിക്കണം എന്ന് പറഞ്ഞു. അതും പ്രൈവറ്റ് ആയിട്ട് ചോദിച്ചാൽ മതി. അവിടെ എന്ത് പ്രൈവസിയാണുള്ളത്? അവിടെ ഒരു പ്രൈവസി ഇല്ല. അതൊരു ബിഗ് ബോസ് വീടാണ്. 72 ക്യാമറ അല്ലെങ്കിൽ അതിന് മുകളിൽ ക്യാമറകളുള്ള ഫുൾ അവർ പറയുന്നതും കാര്യങ്ങളും എല്ലാം 24/7 ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണത്. അവിടെ എന്ത് പ്രൈവസിയാണുള്ളത്? സോ മസ്താനിക്ക് ക്ലിയർ ആൻഡ് ക്രിസ്പായിട്ട് അറിയണമായിരുന്നു. അത് പ്രശ്നമാക്കണമെന്ന് തന്നെയായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം. അത് ലക്ഷ്മിയോട് പറയുന്നു, ലക്ഷ്മി ഒന്നുകൊണ്ടെങ്കിലൊക്കെ ചോദിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യാത്തൊരു തെറ്റ് പറയുമ്പോഴത്തേക്ക് ആർക്കായാലോട്ടൊരു വിഷമം തോന്നും, ഒരു സങ്കടം തോന്നും. അപ്പോൾ പൊട്ടിത്തെറിക്കുന്ന സ്വാഭാവികമാണ്. അതേ റിയാക്ഷൻ തന്നെ ഒണിയലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഉടനെ ലക്ഷ്മി ചാടി കടിക്കുന്നു. അപ്പോൾ ഉടനെ മസ്താനി പറഞ്ഞു, ഇല്ല അതെനിക്ക് ജസ്റ്റ് ചോദിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഉടനെ മസ്താനി വന്ന് ബിഗ് ബോസിനോട് പരാതി പറയുന്നു, നമുക്ക് ആ വീഡിയോ ഫുട്ടേജ് ചെക്ക് ചെയ്യണം, ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കണം, കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ലക്ഷ്മി വന്ന് കംപ്ലൈന്റ് പറയുന്നു. അതേസമയം തന്നെ ഒണിയിലും വന്ന് ബിഗ് ബോസിനോട് ക്യാമറയിൽ നോക്കിയിട്ട് കംപ്ലൈന്റ് വരുന്നു, അടുത്ത ആഴ്ച ലാലേട്ടൻ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ചോദിച്ചിരിക്കണം എന്നുള്ളത്. എന്ത് മ്ലേച്ഛമായ സംസാരമാണ് ലക്ഷ്മി ഒണിയിലോട് സംസാരിച്ചെന്നറിയാവോ? ഇങ്ങനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇനപ്രോപ്രിയേറ്റ് ആയിട്ട് കയറി പിടിക്കുന്നത് ശരിയാണോ, മറ്റതാണോ മറിച്ചതാണോ, നിങ്ങൾ ഏത് ഇന്റൻഷനിലാണ് തൊട്ടത്, ഏത് ഇന്റൻഷനിലാണ് കയറി പിടിച്ചത്, മസ്താനി അതിന് കൂട്ടുന്നു സംസാരിക്കുന്നു. ഇതൊക്കെ എന്ത് കഷ്ടമാണെന്നുള്ളത് ആലോചിക്കുമ്പോൾ ഭയങ്കര ദുഃഖം തോന്നും. എന്തായാലും പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പുരുഷന്മാർക്ക് ചോദിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് എന്തോ ആവാല്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്തായാലും ഈ വിഷയം ലാലേട്ടൻ വന്ന് ക്ലിയർ ആൻഡ് ക്ലാരിഫൈ ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. എന്തായാലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതുകൂടാതെ തന്നെ പിന്നീട് നമ്മുടെ നൂറ ടാസ്കിൽ തോറ്റു. സോ നൂറയുടെ പവർ എല്ലാം നഷ്ടപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നോമിനേഷനിലും മിക്കവാറും നൂറയായിരിക്കും വരാൻ പോകുന്നത്. അതും വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം ലാസ്റ്റ് 2 ദിവസം നൂറ നന്നായിട്ട് ടാസ്ക് ചെയ്തായിരുന്നു. അക്ബറും കൂട്ടരും എന്തായാലും നൂറയുടെ ടാസ്ക് പൊളിച്ചടുക്കി കൊടുത്തു എന്ന് പറയാം. ഇതൊക്കെയാണ് ഇന്നലെ സംഭവം ബേസിക്കലി നടന്നത്. ഇന്നലെ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ആയതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്. ഇനിയും വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം നല്ല പെയിനും തല ഇങ്ങനെ വെട്ടിപ്പൊളക്കുന്ന പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേയ്സ്, ഈ മറ്റു വലിയ വിഷയമായതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.